1946 അമേരിക്ക, യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ. അവിടെ ഒരു വലിയ ഹാളിൽ ലോകത്തിലെ ആദ്യത്തെ ഗ്രേറ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സിലൊന്ന് സ്വിച്ച് ഓൺ ആയി. ENIAC. 30 ടൺ ഭാരം, ഒരു വലിയ ഹാൾ നിറയെ മെഷീൻ, 17,000-ലധികം വാക്വം ടൂൾസ്. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ്. ENIAC കൗണ്ട് ചെയ്തിരുന്നത് നമ്മളെപ്പോലെ തന്നെയാണ്. 0, 1, 2, 3 up to 9, ബേസ് 10, ഡെസിമൽ. അതെ, ആദ്യകാലത്തെ എൻജിനീയേഴ്സ് ചിന്തിച്ചത് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ്. മനുഷ്യർ 10 ഡിജിറ്റിൽ എണ്ണുന്നു, അപ്പോൾ കമ്പ്യൂട്ടേഴ്സും 10 ഡിജിറ്റിൽ എണ്ണാമല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ ഐഡിയ കംപ്ലീറ്റ്ലി ഡെഡായി. ഇന്ന് ഈ ഭൂമി റൺ ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിൽ നമ്മുടെ ഫോണ്, ലാപ്ടോപ്പ്, ChatGPTയുടെ സെർവേഴ്സ്, ടെസ്ലയുടെ ചിപ്പ്, ISROയുടെ റോക്കറ്റ്സ് ഒരെണ്ണം പോലും ഡെസിമലി കൗണ്ട് ചെയ്യുന്നില്ല. എല്ലാം 2 സിമ്പിൾസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, 0 ആൻഡ് 1. വൈ? എന്തുകൊണ്ടാണ് എൻജിനീയറിംഗ് ലോകം മുഴുവൻ 10 ഡിജിറ്റിനെ ഉപേക്ഷിച്ച് വെറും 2ലേക്ക് ചുരുങ്ങിയത്? ഇതൊരു ലിമിറ്റേഷനാണോ? അതോ ഒരു കോംപ്രമൈസ് ആണോ? അതോ ഇതാണോ കഴിഞ്ഞ 100 വർഷത്തെ ഏറ്റവും ബ്രില്യൻ്റ് എൻജിനീയറിംഗ് ഡിസിഷൻ? വെൽക്കം ടു ദ ലെക്ചർ 1 ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ. ഓറിയൻറ്റേഷൻ വീഡിയോ കണ്ടവർക്ക് ഓർമ്മ കാണും, ഈ കോഴ്സ് മുഴുവൻ നിൽക്കുന്ന ഒരൊറ്റ ചോദ്യത്തിന് മുകളിലാണ്. ഓണും ഓഫും മാത്രം അറിയാവുന്ന ബില്യൺസ് ഓഫ് സ്വിച്ചസ് എങ്ങനെ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്നു? ആ കഥയുടെ ചാപ്റ്റർ 1 ആണ് ഇന്ന്. ആൻഡ് ട്രസ്റ്റ് മീ, ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിനെ നിങ്ങൾ കാണുന്ന രീതി തന്നെ മാറും. ഇന്നത്തെ ജേർണിയിൽ വെറും 3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വൺ, കമ്പ്യൂട്ടേഴ്സിൻ്റെ ബേസിക്സ്, വിച്ച് ഈസ് എ സ്വിച്ച്, അതായത് ഒരു ട്രാൻസിസ്റ്റർ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ ആറ്റ്. അതെന്താണെന്ന് നമ്മളിന്ന് പഠിക്കും. നമ്പർ 2, അനലോഗ് വേഴ്സസ് ഡിജിറ്റൽ. അനലോഗ് ഡിജിറ്റലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധത്തിൽ ആരാണ് ജയിച്ചത്, അതിൻ്റെ അകത്തിലെ വില്ലൻ ആരായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നറിയാം. പിന്നെ തേർഡ് പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. K2 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മാർക്ക് ചെയ്തോണം. ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ലോജിക് ലെവൽസ് ആൻഡ് ഡിജിറ്റൽ അബ്സ്ട്രാക്ഷൻ. ഒരു ഉറപ്പ് തരാം, ഇന്നത്തെ വീഡിയോയിൽ മാത്സ് ഉണ്ടായിരിക്കില്ല, ഫോർമുലാസും ഇല്ല. ഇന്ന് വേണ്ടിയത് ആകെ കോമൺ സെൻസ് മാത്രമാണ്. പക്ഷേ ഇവിടെയാണ് മെയിൻ പോയിൻ്റ്. ഇന്നത്തെ ഈ ഐഡിയ ആണ് വരാനിരിക്കുന്ന എല്ലാ ലെക്ചേഴ്സിൻ്റെയും ഫൗണ്ടേഷൻ. നമുക്ക് ഏറ്റവും ബേസിക്കിൽ നിന്ന് തുടങ്ങാം. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഒരു കമ്പ്യൂട്ടറിനെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഏറ്റവും ലാസ്റ്റിൽ, അതായത് ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ആപ്സ് ആണോ? അല്ല. പ്രോഗ്രാംസ് ആണോ? അല്ല. ചിപ്സ് ആണോ? അല്ല. അതിനും താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ കിട്ടുന്ന ഒരു ചെറിയ ഡിവൈസാണ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ എന്ന് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഈ കോഴ്സിന് വേണ്ടി ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് അറിയേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എ ട്രാൻസിസ്റ്റർ ഈസ് ആൻ ഇലക്ട്രിക്കലി കൺട്രോൾഡ് സ്വിച്ച്. ഈ ഒരു ഒറ്റ ലൈൻ മാത്രമേ ഉള്ളൂ ട്രാൻസിസ്റ്ററിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. ട്രാൻസിസ്റ്റർ ഈസ് ആൻ ഇലക്ട്രിക്കലി കൺട്രോൾഡ് സ്വിച്ച്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫാനിൻ്റെ സ്വിച്ചിനെ ഓർത്താൽ മതി. നിങ്ങൾ ഓൺ ചെയ്യുമ്പം കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ഫാൻ കറങ്ങുന്നു. ട്രാൻസിസ്റ്ററും എക്സാക്ട്ലി സെയിം വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അതിനെ പ്രസ് ചെയ്യുന്നത് നമ്മളല്ല, വേറൊരു ഇലക്ട്രിക്കൽ സിഗ്നലാണ്. ഒരു സിഗ്നൽ വേറൊരു സ്വിച്ചിനെ ഓൺ അല്ലെങ്കിൽ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് കഴിയും. സ്വിച്ച് കൺട്രോൾസ് സ്വിച്ച്, അങ്ങനെ ഒരു ചെയിൻ പോലെയാണ്. ആ ചെയിനിൽ നിന്നാണ് ലോജിക് ഉണ്ടാകുന്നത്. ഈ ലോജിക് എങ്ങനെ എന്നതാണ് നമ്മൾ ഈ ലെക്ചേഴ്സിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫോർ നൗ ആ ഐഡിയ ഓർത്ത് വെക്കുക. സ്വിച്ച് കൺട്രോൾസ്. 1947 ബെൽ ലാബ്സ്. ആദ്യത്തെ ട്രാൻസിസ്റ്റർ ഇവിടെയാണ് ഉണ്ടായത്.
അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ തമ്പ് ഫിംഗറിൻ്റെ അത്രയും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ സൈസ് എന്ന് പറയുന്നത് തമ്പിൻ്റെ അത്രയും ഉണ്ടായിരുന്നു. ബട്ട് ഇന്നത്തെ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ വലുപ്പം മെഷർ ചെയ്യുന്നത് നാനോമീറ്റേഴ്സിലാണ്. ഒരു ഹ്യൂമൻ ഹെയറിൻ്റെ തിക്നെസ്സിൽ നമുക്ക് മോർ ദാൻ 10,000 ട്രാൻസിസ്റ്റേഴ്സിനെ വരെ നമുക്ക് ലൈനായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് ഓറിയൻറ്റേഷനിൽ പറഞ്ഞ 15 ബില്യൺ സ്വിച്ചസ് നിങ്ങളുടെ മൊബൈൽ ഫോൺസിൽ അല്ലെങ്കിൽ ലാപ്ടോപ്സിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി ഇന്നത്തെ കഥയിൽ മെയിൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ട്രാൻസിസ്റ്റർ എന്ന സ്വിച്ചിന് തിയറിറ്റിക്കലി പല വോൾട്ടേജ് ലെവൽസ് തരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നമ്മളതിനെ വെറും 2 സ്റ്റേറ്റിൽ ഫുൾ ഓൺ അല്ലെങ്കിൽ ഫുൾ ഓഫിൽ മാത്രം റൺ ചെയ്യിക്കുന്നത്? എന്തുകൊണ്ടാണ് 10 വോൾട്ടേജ് ലെവൽസ് വെച്ച് ഓരോന്നിനും ഓരോ ഡെസിമൽ ഡിജിറ്റ് കൊടുക്കാൻ പാടില്ലാത്തത്? ENIAC എൻജിനീയേഴ്സ് ചിന്തിച്ചതും എക്സാക്ട്ലി സെയിം ആയിരുന്നു. അതിൻ്റെ ആൻസർ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അനലോഗ് ഡിജിറ്റൽ എന്താണെന്നുള്ളത് പഠിക്കണം. അനലോഗ് ആൻഡ് ഡിജിറ്റൽ എന്താണെന്നുള്ളത് പഠിക്കണം. ഇത് ഒരു ഫാൻ റെഗുലേറ്റർ, 0-ൽ നിന്ന് ഫുൾ സ്പീഡ് വരെ ഇടയിൽ എത്ര പൊസിഷൻസ് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ വരുന്നതാണ് അനലോഗ്. അതായത് കണ്ടിന്യൂസ് വാല്യൂസ് ഉണ്ടായിരിക്കും. അനലോഗിന് കണ്ടിന്യൂസ് വാല്യൂസ് ഉണ്ടായിരിക്കും. ഇത് ഇൻഫർമേഷൻസിനെ കണ്ടിന്യൂസ് സിഗ്നൽസ് വെച്ചിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. നോർമൽ ഒരു ലൈറ്റ് സ്വിച്ചിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന് 2 പൊസിഷൻസേ ഉള്ളൂ, ഓൺ ഓർ ഓഫ്. ഇതാണ് ഡിജിറ്റൽ എന്ന് പറയുന്നത്. ഡിജിറ്റലിൻ്റെ അകത്തിൽ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കും. അനലോഗ് കണ്ടിന്യൂസ് ആയിരിക്കും, ഡിജിറ്റൽ വരുമ്പം ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഓറിയൻറ്റേഷനിൽ വാട്ടർ ടാപ്പിൻ്റെ അനലോഗി പറഞ്ഞിരുന്നു. സെയിം ഐഡിയ തന്നെയാണ്. ഫാൻ റെഗുലേറ്ററിൽ 0 to ഫുൾ സ്പീഡ് വരെ അത് കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഒരു ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ഓർ ഓഫ്, ഇതാണ് ഡിജിറ്റൽ. അതിൻ്റെ അകത്ത് ഡിസ്ക്രീറ്റ് വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു അനലോഗ് സിഗ്നൽ ഒരു പുഴ ഒഴുകുന്നത് പോലെ ആയിരിക്കും, സ്മൂത്ത് ആൻഡ് കണ്ടിന്യൂസ്. ഈ ഒരു ഫിഗറിൻ്റെ അകത്തുള്ളതുപോലെ സ്മൂത്ത് ആൻഡ് കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മുടെ സൗണ്ട് മൈക്രോഫോണിൽ വീഴുമ്പം ഇതേപോലെയാണ്, കണ്ടിന്യൂസ് സിഗ്നൽസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഡിജിറ്റലിൻ്റെ അകത്തിൽ സ്റ്റെപ്സ് പോലെ ആയിരിക്കും, ഹൈ ലോ ഹൈ ലോ, ആ ഒരു രീതിയിലായിരിക്കും. ഇടയിലൊന്നും ഉണ്ടായിരിക്കത്തില്ല. അനലോഗ് സിഗ്നലും ഡിജിറ്റൽ സിഗ്നലും സമാധാനത്തോടെ ഇരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് അനലോഗ് പോകുന്നു, ഡിസ്ക്രീറ്റ് ആയിട്ട് ഡിജിറ്റൽ സിഗ്നൽ പോകുന്നു. അന്നേരമാണ് നോയ്സ് വരുന്നത്. നോയ്സ് എന്ന് പറയുന്നത് അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ്. ഇത് എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്ന് വേണമെങ്കിലും വരാം. അടുത്തിരിക്കുന്ന ഒരു മൊബൈൽ ഫോണിൽ നിന്നാകാം, അല്ലെങ്കിൽ ഒരു മോട്ടർ സ്റ്റാർട്ടാകുമ്പോൾ മിന്നൽ വെച്ചിട്ട് ചൂട്, എന്തെങ്കിലും യൂണിവേഴ്സിൽ നിന്ന് വരുന്ന കോസ്മിക് റേസ് വരെ ഈ ഒരു നോയ്സിൻ്റെ കാരണമാകാം. നോയ്സിനെ നമുക്ക് ഒരു രീതിയിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അനലോഗിൽ നോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു നോയ്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കംപ്ലീറ്റ്ലി പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. 3.7 വോൾട്ട് ആയിരുന്ന സാധനത്തിൽ ഒരു നോയ്സ് വന്ന് 3.9 ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തിലെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പോകും. റിസീവറിന് ഒരു രീതിയിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല 3.7 ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന്. നോയ്സ് വന്ന് 3.9 ആയിട്ടുണ്ടെങ്കിൽ റിസീവറിൻ്റെ സൈഡിൽ 3.9 ആയിരിക്കും ഉണ്ടാകുന്നത്. ഒറിജിനൽ വാല്യൂ 3.7 ആണോ 3.9 ആണോ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഓരോ കോപ്പിയിലും അല്ലെ ഓരോ ട്രാൻസ്മിഷനിലും ഈ ഡാമേജ് കൂടിക്കൂടിയായിരിക്കും വരുന്നത്. അതിന് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പം ബ്ലറായിട്ട് വരില്ലേ, അതേപോലെയാണ് ഈ ഒരു അനലോഗ് സിഗ്നലിൻ്റെ അകത്തിലെ നോയ്സ് വരുന്നത്. ബട്ട് ഡിജിറ്റൽ സിഗ്നലിൻ്റെ കാര്യം വരുമ്പം 5 വോൾട്ട് ആയിരുന്നു അല്ലെങ്കിൽ 3.7 വോൾട്ട് ആയിരുന്നു, അതിൻ്റെ അകത്തിൽ നോയ്സ് കയറി 3.9 ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിസീവർ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ ഒരു വോൾട്ടേജ് ഹൈ ആണോ അല്ലെങ്കിൽ
ലോ ആണോ എന്നുള്ളത്. 3.9 എന്ന് പറയുന്നതിനെ ഹൈ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക, 3.7നെ ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 3.9 എന്ന് പറഞ്ഞിട്ടുള്ളത് ഒബ്വിയസ്ലി ഹൈ തന്നെ ആയിരിക്കും. സിഗ്നൽ പെർഫെക്റ്റ് ആയിട്ട് റീകവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നോയ്സ് വന്നിട്ടുണ്ട്, അറ്റാക്ക് ചെയ്തു, എന്നാലും ആ ഒരു ഇൻഫർമേഷൻ ഡാമേജ് ആകത്തില്ല. ഓക്കെ, ഇതിൻ്റെ അകത്തിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഡിജിറ്റൽ സിഗ്നൽസ് ക്യാൻ റിജക്റ്റ് നോയ്സ്, അനലോഗ് സിഗ്നൽസ് അക്യൂമുലേറ്റ് നോയ്സ്. അതായത് ഡിജിറ്റൽ നോയ്സിനെ റിജക്റ്റ് ചെയ്യും, അനലോഗ് അക്യൂമുലേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഈസ് ലോജിക് ലെവൽസ് ആൻഡ് ദ ഫോർബിഡൻ സോൺ. ഒരു റിയൽ ചിപ്പിൻ്റെ ഉള്ളിൽ എക്സാക്റ്റ് ആയിട്ട് ഏത് വോൾട്ടേജ് ആണ് ഹൈ, ഏത് വോൾട്ടേജ് ആണ് ലോ, അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 വോൾട്ട് സിസ്റ്റം എടുക്കാം. അതായത് ക്ലാസിക് 7500 സീരീസ് ലോജിക് IC റൺ ചെയ്യുന്നത് ഈ ഒരു 5 വോൾട്ടിലാണ്. ലാബിൽ നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എൻജിനീയേഴ്സ് ഈ വോൾട്ടേജ് റൂളറിനെ 3 സോണായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഏറ്റവും ബോട്ടം 0യുടെ അടുത്ത് വരുന്ന സോൺ എന്ന് പറയുന്നത് ലോജിക് ലോ, ഏറ്റവും താഴെ 0യുടെ അടുത്തായിട്ട് വരുന്ന സോണ് ലോജിക് 0 വിച്ച് ഈസ് ലോ. ഫോർ എക്സാമ്പിൾ 0 to 0.8 വോൾട്ട് വരെ, 0 to 0.8 വോൾട്ട് വരെ ലോജിക് 0 ആയിരിക്കും. 5 വോൾട്ടിൻ്റെ അടുത്തുള്ള സോൺ അത് ലോജിക് 1, അതായത് ഹൈ ആയിരിക്കും. ഏകദേശം 2 വോൾട്ട് തൊട്ട് 5 വോൾട്ട് വരെയുള്ള 2.4 അല്ലെങ്കിൽ 2.8, 3.4 ഒക്കെ വരുന്നത് ഈ ഒരു ലോജിക് ഹൈയിലായിരിക്കും. പിന്നെ ആ ഒരു ഇൻ്റർ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആ ഒരു ഏരിയ ആണ് ഫോർബിഡൻ സോൺ. ഒരു സിഗ്നൽ ഈ ഒരു സോണിൽ വരുവാണെങ്കിൽ, ഫോർബിഡൻ സോണിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. ചിലപ്പോൾ അതിനെ 0 ആയിട്ട് റീഡ് ചെയ്യും, ചിലപ്പോൾ അതിനെ 1 ആയിട്ട് റീഡ് ചെയ്യും. അൺപ്രെഡിക്റ്റബിൾ ഡിജിറ്റൽ ഡിസൈനിലെ ഫസ്റ്റ് റൂളാണ് ദോ ഷാൽ നോട്ട് റെസ്റ്റ് ഇൻ ദ ഫോർബിഡൻ സോൺ. സിഗ്നൽസിന് അതിൻ്റെ അകത്തൂടെ പോകാൻ വേണ്ടിയിട്ട് പറ്റും, പക്ഷെങ്കിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ലോ സോണിൻ്റെ ഹൈന്നും അതേപോലെ ഹൈ സോണിൻ്റെ സ്റ്റാർട്ടിലുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നോയിസ് മാർജിൻ എന്ന് പറയുന്നത്. നോയിസ് മാർജിൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോയിസ് മാർജിൻ ഈസ് ദ എമൗണ്ട് ഓഫ് നോയിസ് എ ഡിജിറ്റൽ സിഗ്നൽ ക്യാൻ ടോളറേറ്റ് വിത്തൗട്ട് ബീയിങ് ഇൻറ്ററപ്റ്റഡ്. ഔട്ട്പുട്ട് 5 വോൾട്ടിൽ അയച്ച സിഗ്നൽ വഴിയിൽ വെച്ച് നോയിസ് കാരണം 4.5 ആയാലും അല്ലെങ്കിൽ 4 ആയാലും അതും പോട്ടെ 2.5 ആയാൽ പോലും റിസീവർ അതിനെ ഹൈ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ആ ക്വസ്റ്റ്യനിങ് ആണ് ഡിജിറ്റലിൻ്റെ സൂപ്പർ പവർ. ബൈനറി ഈസ് ദ മോസ്റ്റ് നോയിസ് ഇമ്മ്യൂൺ ചോയ്സ് ഫിസിക്സ് അലൗസ്. അതുകൊണ്ട് കമ്പ്യൂട്ടർ 0യും 1നെ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ഓക്കെ, ഡിജിറ്റൽ സർക്യൂട്ട് ഡിറ്റർമൈൻസ് ബൈനറി വാല്യൂസ് ബൈ കമ്പയറിംഗ് ദ ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജ് വിത്ത് ത്രെഷോൾഡ് വോൾട്ടേജ്. ത്രെഷോൾഡ് വോൾട്ടേജിനും കൂടുതലായിട്ട് വരുന്നതിനെയാണ് ലോജിക് ഹൈ, അല്ലെങ്കിൽ ഒരു മാർജിനായിട്ട് വയ്ക്കുന്ന ആ ഒരു വോൾട്ടേജാണ് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജിനെ നമ്മൾ VSIC എന്ന് പറഞ്ഞിട്ട് അത് ത്രെഷോൾഡ് വോൾട്ടേജിനേലും ഹൈ ആയിരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ അതിനെ ലോജിക് ഹൈ ആയിട്ട് തന്നെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് നോയിസ് മാർജിൻ. Noise margin is the amount of noise a digital signal can tolerate without changing its logic level. Why is noise margin important? എന്തുകൊണ്ടാണ് നോയ്സ് മാർജിൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഈ ഒരു കമ്മ്യൂണിക്കേഷൻ റിലയബിൾ ആക്കാൻ വേണ്ടിയിട്ട്, ഡിജിറ്റൽ സർക്യൂട്ടിൽ ഉള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനെ റിലയബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നോയ്സ് മാർജിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസിനെ ലോജിക് ഹൈ അല്ലെങ്കിൽ ലോജിക് ലോ അല്ലെങ്കിൽ 0, 1 എന്നുള്ള ആ ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഹൈ നോയ്സ് മാർജിൻ ആണെന്നുണ്ടെങ്കിൽ നോയ്സിനെ ഇമ്മ്യൂൺ ചെയ്യാൻ വേണ്ടി അല്ലെ നോയ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹൈ നോയ്സ് മാർജിൻ ആണ് എന്നുണ്ടെങ്കിൽ ഹൈ ഇമ്മ്യൂണിറ്റി ടു നോയ്സ് ആയിരിക്കും.
പിന്നെ നമുക്ക് 2 ടൈപ്പ് നോയ്സ് മാർജിൻസ് വരുന്നുണ്ട്. നോയ്സ് മാർജിൻ ഹൈ ആൻഡ് നോയ്സ് മാർജിൻ ലോ എന്ന് പറഞ്ഞിട്ട്. നോയ്സ് മാർജിൻ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ളത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മിനിമം ഔട്ട്പുട്ട് ഹൈ ടു മിനിമം ഇൻപുട്ട് ഹൈ വോൾട്ടേജ്. നോയ്സ് മാർജിൻ ഹൈ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മിനിമം ഔട്ട്പുട്ട് ഹൈ വോൾട്ടേജ് ആൻഡ് മിനിമം ഇൻപുട്ട് ഹൈ വോൾട്ടേജ്. നോയ്സ് മാർജിൻ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മിനിമം ഇൻപുട്ട് ലോ വോൾട്ടേജ് ആൻഡ് മാക്സിമം ഔട്ട്പുട്ട് ലോ വോൾട്ടേജ്. ഈ ഒരു ഡിഫറൻസ് ആണ് നോയ്സ് മാർജിൻ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ളത്, നോയ്സ് മാർജിൻ ലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ഡിജിറ്റൽ അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ എന്നുള്ള വേർഡ് മീനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് വേണ്ടാത്ത ഡീറ്റെയിൽസിനെ ഹൈഡ് ചെയ്ത് വെക്കുക. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ കാർ ഓടിക്കാൻ നേരത്ത് നമുക്കാകെ അറിയാവുന്നത് ആക്സിലറേറ്റർ അറിയാം, ബ്രേക്ക് അറിയാം, സ്റ്റിയറിംഗ് അറിയാം. അത്രേ അറിയേണ്ട കാര്യമുള്ളൂ. എൻജിൻ്റെ ഉള്ളിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ടൈമിങ് എങ്ങനെയാണ്, കമ്പഷൻ പ്രഷർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയും ആക്കണം എന്നൊന്നും ഡ്രൈവർ അറിയേണ്ട കാര്യമില്ല. ഈ ഇൻ്റർഫേസിനെ എല്ലാം അബ്സ്ട്രാക്റ്റ് ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെയുള്ളതാണ് ഡിജിറ്റൽ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും താഴെ ഒരു അബ്സ്ട്രാക്ഷൻ ലെവൽ വിച്ച് ഈസ് ലോ അബ്സ്ട്രാക്ഷൻ ലെവൽ ആൻഡ് ഹൈ അബ്സ്ട്രാക്ഷൻ ലെവൽ. ലോ അബ്സ്ട്രാക്ഷൻ ലെവൽ എന്ന് പറയുന്നതിൻ്റെ അകത്തിൽ മെസ്സി ഫിസിക്സ് ആയിരിക്കും, വിച്ച് ഈസ് വോൾട്ടേജ് ചെറുതായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നോയ്സ് ഉണ്ടാവുന്നു, ടെമ്പറേച്ചർ ഡിഫറൻസസ്, ട്രാൻസിസ്റ്റേഴ്സ് പെർഫെക്റ്റ് അല്ല, അല്ലെങ്കിൽ ഫിസിക്കൽ ബിഹേവിയേഴ്സ്, അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ലോവർ അബ്സ്ട്രാക്ഷൻ ലെവൽ. ഹയർ അബ്സ്ട്രാക്ഷൻ ലെവലിൽ പ്യുവർ ലോജിക് ആയിരിക്കും, ഫോക്കസ് ഓൺ ഫങ്ഷൻസ് ആൻഡ് ലോജിക് വിച്ച് ഹൈഡ് ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ്. ഇതിൻ്റെ അകത്തിൽ മാത്തമാറ്റിക്സ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ഹയർ അബ്സ്ട്രാക്ഷൻ ലെവലിൻ്റെ അകത്ത്. നമ്മളിന്ന് ബിൽഡ് ചെയ്ത ആ സോണും നോയ്സ് മാർജിനുമാണ് ഇതിൻ്റെ അകത്തിലെ ഒരു വോളായിട്ട് ആക്ട് ചെയ്യുന്നത്. ഫിസിക്സ് എത്ര മെസ്സായിട്ടുണ്ടോ എന്നുണ്ടെങ്കിലും സിഗ്നൽസ് സ്വന്തം സോണിൽ നിൽക്കുന്നിടത്തോളം ഹയർ സോണിലുള്ളതിന് ഒരു കാര്യവും അറിയണ്ട. അതായത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് അറിയണ്ട, ലോജിക് ഗേറ്റ്സ് എങ്ങനെയാണെന്ന് അറിയണ്ട, ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ അറിയണ്ട, ഫിസിക്കൽ ബിഹേവിയേഴ്സ് എങ്ങനെയാണെന്ന് ഒന്നും അറിയണ്ട. ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഈ ഒരൊറ്റ വോള് കാരണം മാത്തമാറ്റീഷ്യൻസിന് വോൾട്ടേജ് അറിയാതെ ലോജിക് ഡിസൈൻ ചെയ്യാം. അതേപോലെ പ്രോഗ്രാമേഴ്സിന് ട്രാൻസിസ്റ്റേഴ്സ് ഏതാണെന്നൊന്നും അറിയാതെ തന്നെ കോഡ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ എൻജിനീയേഴ്സൊന്നും പരസ്പരം കാണാതെ ഓരോ മെഷീൻ്റെയും പല ലെവൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഓരോ ലെവൽസിനെയും അബ്സ്ട്രാക്റ്റ് ചെയ്ത് വെച്ചേക്കുക. ആ ഒരു ലാഡർ ഓഫ് അബ്സ്ട്രാക്ഷനാണ് ഏറ്റവും ലോവറിൽ വരുന്നത് ട്രാൻസിസ്റ്റർ, അതിൻ്റെ മുകളിൽ ഡിജിറ്റൽ സർക്യൂട്ട്, അതിൻ്റെ മുകളിൽ ലോജിക്സ് ഡിസൈൻ, ആർക്കിടെക്ചർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ലാസ്റ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിൻ്റെ അകത്തിലാണ് നമ്മുടെ പൈത്തൺ കോഡ് വരുന്നത്. ഓരോ അബ്സ്ട്രാക്ഷൻ ലെയേഴ്സും ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ലെയേഴ്സിൻ്റെ സർവീസസിനെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിലിംഗ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലേ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കളക്ഷൻ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അകത്തിൽ കുറേ ലോജിക് ഗേറ്റ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ കളക്ഷൻ ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കും. ആ ഒരു രീതിയിലാണ് ലാഡർ ഓഫ് അബ്സ്ട്രാക്ഷൻസ് വരുന്നത്. ഈ അബ്സ്ട്രാക്ഷൻ വെച്ചിട്ട് ഡിസൈനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ലോവർ ലെവൽ ഹാർഡ്വെയർ കോംപ്ലക്സിറ്റിയൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഡിജിറ്റൽ അബ്സ്ട്രാക്ഷൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് കൗണ്ടിങ് വിത്ത് സ്വിച്ചസ്, ദ പവർ ഓഫ് 2⁻n. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ബൈനറി റിലയബിൾ ആണെന്ന് സമ്മതിച്ചു, പക്ഷേ വെറും 2 സിമ്പിൾസ് വെച്ച് വലിയ നമ്പേഴ്സിനെ എങ്ങനെ എഴുതും? ആൻസർ ഒരു വാക്കിലാണ്: കോമ്പിനേഷൻസ്. ഒരു സ്വിച്ച്
2 പോസിബിലിറ്റീസ് ഓഫ് ഓൺ. അതായത് 2⁻1 ഈസ് ഈക്വൽ ടു 2. 2 സ്വിച്ചസ് ആണെങ്കിലോ ഓഫ് ഓഫ് ആകാം, ഓഫ് ഓൺ ആകാം, ഓൺ ഓഫ് ആകാം, ഓൺ ഓൺ ആകാം. 4 പോസിബിലിറ്റീസ്. ദാറ്റ് ഈസ് 2⁻2 ഈസ് ഈക്വൽ ടു 4. 3 സ്വിച്ചസ് ആണെങ്കിലോ ഓരോ പഴയ കോമ്പിനേഷൻസിനും പുതിയ സ്വിച്ച് ഓഫോ ഓണോ ആകാം. അതായത് ഡബിൾ ആകാം. 2⁻3 ഈസ് ഈക്വൽ ടു 8. ഓരോ സ്വിച്ച് കൂടുമ്പോഴും പോസിബിലിറ്റീസ് ഡബിൾ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. n സ്വിച്ചസ് ആണെന്നുണ്ടെങ്കിൽ 2⁻n കോമ്പിനേഷൻ. ഇതാണ് ഈ കോഴ്സിലെ ആദ്യത്തെ ഫോർമുല. ഇനിയും 8 സ്വിച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2⁻8 വിച്ച് ഈസ് 256. ഇതാണ് ഒരു ബൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി 10 സ്വിച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1024 കിലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി 20 സ്വിച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മില്യൺ പ്ലസ് ആയിരിക്കും. അതായത് ഇറ്റ് ക്രോസസ് 10 lakhs. 32 സ്വിച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 4 ബില്യണും കൂടുതലായിരിക്കും. അതായത് 400 crores മുകളിലായിരിക്കും. ഈ 2 സിമ്പിൾസിന് അപ്പം ഒരു ലിമിറ്റേഷനേ ഇല്ല. 15 ബില്യൺ സ്വിച്ചസ് ഉള്ള ഒരു ചിപ്പിന് എത്ര സ്റ്റേറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. 32 സ്വിച്ചസ് മാത്രം ഉണ്ടായിട്ട് 4 ബില്യൺ, അതായത് 400 കോടിക്ക് മുകളിൽ നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. അപ്പം 15 ബില്യൺ സ്വിച്ചസ് ഉണ്ടെങ്കിൽ എത്ര സ്റ്റേറ്റ്സിനെ വേണമെങ്കിലും റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ കോമ്പിനേഷനെ നമ്മൾ ഓർഡറിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ 000, 001, 011, 100 ആ ഒരു രീതിയിൽ വരും. അതാണ് ബൈനറി കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ട്രാൻസിസ്റ്റർ എന്താണെന്നുള്ളത്. ട്രാൻസിസ്റ്റർ ഈസ് ആൻ ഇലക്ട്രിക്കലി കൺട്രോൾഡ് സ്വിച്ച് വിച്ച് ഈസ് ദ ആറ്റം ഓഫ് കമ്പ്യൂട്ടിംഗ്. ദെൻ അനലോഗ് അക്യുമുലേറ്റ് നോയ്സ്, ഡിജിറ്റൽ റിജക്ട്സ് നോയ്സ്. പിന്നെ വോൾട്ടേജ് റൂളറിലുണ്ടായിരുന്ന 3 സോൺസ്: ലോ, ഫോർബിഡൻ ആൻഡ് ഹൈ സോൺ. ഇതിൻ്റെ വരുന്ന ഒരു ക്വസ്റ്റ്യനായിട്ടാണ് നോയ്സ് മാർജിൻ. 10 ലെവൽസ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോയ്സ് മാർജിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് 0 ആകും. അതുകൊണ്ടാണ് ബൈനറി ഈ സോൺസ് ഉണ്ടാക്കുന്ന ഒരു വോളാണ് ഡിജിറ്റൽ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്വിച്ചസ്, n സ്വിച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2⁻n പോസിബിലിറ്റീസ് ആയിരിക്കും ഉണ്ടാകുന്നത്. വെറും 0യും 1ഉം ഉപയോഗിച്ച് കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ നമ്പേഴ്സ്, ഫോട്ടോസ്, വീഡിയോസ് അല്ലെങ്കിൽ ChatGPT വരെ ഉണ്ടാക്കുന്നു? അതിൻ്റെ ഉത്തരമാണ് അടുത്ത ലെക്ചർ. ലെക്ചർ 2, നമ്പർ സിസ്റ്റംസ്, ഡെസിമൽ, ബൈനറി ആൻഡ് ഹെക്സാഡെസിമൽ. അതുവരെ ഒരു ചലഞ്ച്. ഒരു ലൈറ്റ് സ്വിച്ച് നോക്കി സ്വയം ചോദിക്കൂ, ഇതിൽ നിന്നൊരു സ്മാർട്ട് ഫോൺ ഉണ്ടാക്കാൻ പറ്റുമോ? അതിൻ്റെ ഉത്തരം അടുത്ത ലെക്ചറിൽ കാണാം. See you in lecture 2.